ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ വൈകുന്നേരം മുതൽ നെക്സ്റ്റ് ഡേ ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 4:30 ആയപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പോകണം. മക്കളൊക്കെ ക്ലാസ്സിൽ നിന്ന് വന്ന് അവരൊക്കെ ഫ്രഷായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ സാധാരണ എപ്പോഴും വീട്ടിലെ ജോലികളൊക്കെയാണ് കൂടുതലും ഷെയർ ചെയ്യാറ്. കാരണം ആ ഒരു കാര്യത്തിനാണ് നമുക്ക് കുറച്ച് മോട്ടിവേഷനൊക്കെ വേണ്ടത്, എന്തെങ്കിലും ചെയ്യാനായിട്ട് തോന്നണമെങ്കിൽ. പക്ഷേ പുറത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോസ് ചെയ്യൽ വളരെ കുറവാണ്. കാരണം എനിക്കങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ ആ ഒരു മൊമെൻറ്റ്സൊക്കെ എൻജോയ് ചെയ്യാൻ ഫോൺ എടുത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കതൊരു അസ്വസ്ഥത ഫീൽ ചെയ്യാറുണ്ട്. മാത്രമല്ല കുറേ പേഴ്സണൽ കാര്യങ്ങൾ ജസ്റ്റ് ഇതിൽ കൂടെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാനൊരു മോട്ടിവേഷൻ കിട്ടണം. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആണ് ഷെയർ ചെയ്യാൻ എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും നമുക്ക് വേഗം ജോലികളൊക്കെ വീട്ടിലെങ്ങനെ ചെയ്ത് തീർക്കാം അങ്ങനെയുള്ള ടോപ്പിക്സൊക്കെ കൂടുതലും ചെയ്യണത് കേട്ടോ. എന്നാലും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ചൊരു ചേഞ്ചിന് നമ്മുടെ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ യാത്ര പോയപ്പോൾ ജസ്റ്റ് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു മാസം ഒരുപാട് ഫങ്ഷൻസ് ഉള്ളൊരു മാസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ചിലപ്പോൾ കുറേ ഫങ്ഷൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറേ ഫങ്ഷൻസിന് ഇങ്ങനെ പോകാനായിട്ട് പറ്റി. അപ്പോൾ ഇനിയുമുണ്ട് ഫങ്ഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് എങ്ങനെ നമ്മുടെ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ പ്ലാൻ ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ സ്ട്രെസ് ഇല്ലാതെ ഒരു യാത്ര പോകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരാണ്. സമയം ഏകദേശം 9 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ക്ഷീണമുണ്ട്, നല്ല മടിയും. പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു, ഞാൻ പോകുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന മേക്കപ്പ് ഐറ്റംസും അതൊക്കെ അവിടെ അങ്ങനെ വലിച്ചു വാരിയിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ജ്വല്ലറിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാം എടുത്ത് വെക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈസി റോസും കുറച്ച് ഹോംവർക്കൊക്കെ അവർക്ക് എന്തോ ചെയ്യാനുണ്ട്, പിന്നെ എന്തോ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം പഠിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവർക്ക് 2 പേർക്ക് ഉറക്കം വന്നു തുടങ്ങി. കാരണം യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന ആർക്കായാലും പഠിക്കാൻ തോന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, രാവിലെ ഞാൻ നേരത്തെ വിളിക്കാം, നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോളൂ. അങ്ങനെ അന്നത്തെ ദിവസം ഞാനൊരു 5:45 എഴുന്നേറ്റുണ്ടായിരുന്നത്. കാരണം എനിക്കും എന്താണെന്നറിയില്ല, രാവിലെ എഴുന്നേക്കാൻ ഒരു മടി. 5 മണിക്ക് അലാറം വെച്ചിട്ട് അത് പിന്നെ ഞാൻ എന്താ പറയുക ഓഫ് ചെയ്തിട്ട് ലേറ്റാക്കി വെച്ചു. അപ്പോൾ ചില ദിവസങ്ങളിൽ എനിക്കും ഇങ്ങനെ മടി വരും കേട്ടോ, എഴുന്നേക്കാനൊന്നും തോന്നില്ല. അപ്പോൾ അങ്ങനത്തെ ദിവസം വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വേഗം കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ സംഭവം പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം പണികൾ ഇന്ന് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ അടുക്കളയിലോട്ട് വന്നിട്ട് ആദ്യം തന്നെ ഞാൻ പാത്രങ്ങളെല്ലാം വാഷ് ചെയ്ത് വെച്ചതെല്ലാം ഈ ബാസ്ക്കറ്റിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പാത്രങ്ങളൊക്കെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും, പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും. പക്ഷേ നമ്മൾ ഒരു പാത്രം എടുക്കണമെങ്കിൽ പോലും ഈ പാത്രങ്ങൾ മുഴുവനും മാറ്റാതെ താഴെ ഇരിക്കുന്ന ഒരു പാത്രം നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് കാലിയാക്കിക്കൊണ്ടിരിക്കണം. അത് നല്ലതാണ് കേട്ടോ. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡംപ് ചെയ്ത് അവിടെ വെക്കും, മടി പിടിച്ചെടുത്ത് വെക്കാതെ അവിടെ വെക്കും. പക്ഷേ നമുക്കൊരു പാത്രം കിട്ടണമെങ്കിൽ ഇത് മുഴുവൻ എടുക്കണം എന്നുള്ളൊരു പ്രോബ്ലം ഉള്ളൂ. ചില നേരത്ത് നമുക്ക് തിരക്കൊക്കെ ആണെങ്കിൽ ആ ഒരു പാത്രം പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഇത് മുഴുവൻ എടുക്കാണ്ടും പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാൻ വേഗം തന്നെ ചായ വെച്ച് വെക്കുകയാണ്. ഇസയും റോസും ഒക്കെ 6 മണി ആയിപ്പിക്കുന്നതിന് അവരെ എണീപ്പിച്ചു. കാരണം ഞാൻ പറഞ്ഞില്ലേ, തലേദിവസം അവരൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ പഠിക്കണമെങ്കിൽ രാവിലെ എഴുന്നേറ്റാലാണ് ആ ഹോംവർക്കും ഒക്കെ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് അവർ അവിടെ എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ഇപ്പോൾ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുക്കറിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനാണെങ്കിൽ അത് ആദ്യം വെക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഇന്ന് പുട്ടും ചെറുപയർ കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ചെറുപയർ വേഗം തന്നെ വേവിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ചെറുപയർ കഴുകി കുക്കറിലിടാണ്. പിന്നെ അരി വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഞാൻ കുക്കറിൽ തന്നെയാണ് വേവിക്കാറ്, ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ കുക്കറിൻ്റെ അളവ് എത്രയാണെന്ന് ചിലർ ചോദിച്ചിരുന്നു. ഞാൻ ഉപയോഗിക്കുന്ന കുക്കർ 5.5 ലിറ്ററിൻ്റെ കുക്കറാണ്, അരി വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന കുക്കർ. അപ്പോൾ ഈ ഒരു കുക്കറിൽ 3 കപ്പ് അരിയാണ് കൊള്ളുക. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ജയ അരിയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം 2 വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ഞാനത് പ്രഷറിൽ അവിടെ തന്നെ വെക്കും. അത് കഴിഞ്ഞ് പ്രഷർ പോയി കഴിയുമ്പോൾ എടുക്കുമ്പോൾ കറക്റ്റ് വേവായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പൊടികളൊക്കെ എത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്നുള്ളത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കുറച്ചായിട്ട് എഴുതി വെച്ചതാണ്. പക്ഷേ ഇപ്പം എൻ്റെ മനസ്സിൽ ഇത് കാണാപ്പാടെ ഞാൻ പഠിച്ചു. പക്ഷേ ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടൈമറും കൂടി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഓരോ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുമ്പോൾ എത്ര ടൈം എടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 6 മിനിറ്റാണ് പുട്ട് കുടത്തിൽ നമ്മൾ പുട്ട് വേവിക്കുക, കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ടൈം വേസ്റ്റ് ആക്കാതിരിക്കാനാണ് ടൈമർ ഓൺ ചെയ്ത് വെച്ചിട്ട് 6 മിനിറ്റ് ആകുമ്പോൾ വേഗം തന്നെ പുട്ടെടുക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ആവി വന്നിട്ട് പിന്നെ ചിലപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വെച്ച് നേരം പോകണ്ട എന്ന് വെച്ചിട്ട് ചേട്ടൻ പറഞ്ഞു തന്നാട്ടോ ഈ ഒരു ഐഡിയ. ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല.
ചേട്ടൻ പറഞ്ഞു ടൈം വേസ്റ്റ് ആവും, ഗ്യാസും വേസ്റ്റ് ആവും, അപ്പോൾ നമ്മൾ ടൈമർ വെച്ചാൽ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് കുക്കിംഗ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. പിന്നെ പാചകം ചെയ്യുമ്പോൾ ഈ അളവുകളൊക്കെ എഴുതി വെക്കുന്നത് എപ്പോഴും നല്ലതാട്ടോ. നമുക്ക് അധികം പേരൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറേ കൂടി ഈസിയാണ്. അതുപോലെ തന്നെ ഡെയിലി നമ്മൾ ഫുഡ് വയ്ക്കുമ്പോഴൊക്കെ നമുക്ക് എളുപ്പമാണെന്ന് മനസ്സിലിങ്ങനെ കൂട്ടി വെച്ചാൽ. കാരണം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്നില്ലല്ലോ ആദ്യം വീട്ടിൽ, അപ്പോൾ ചേട്ടൻ പുറത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി കുറവായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ കൂടുമ്പോഴും അതുപോലെ തന്നെ മക്കൾ വലുതാവുമ്പോഴും ഒക്കെ നമ്മുടെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും ഉണ്ടാക്കുന്നതിന്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ ഓരോ വട്ടം കുക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിരിക്കും. അപ്പോൾ അതിനാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പം എൻ്റെ മനസ്സിൽ എനിക്കത് കാണാപ്പാടെ ഞാൻ പഠിച്ചു, എന്നാലും എഴുതി വെക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ ഉച്ചയ്ക്കുള്ള കറിക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മക്കളവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മളെ പണികൾ ഇങ്ങനെയൊക്കെ സൈഡിൽ ചെയ്യണത്. ഇന്ന് ഉച്ചയ്ക്കുള്ള കറി പരിപ്പും മുരിങ്ങാക്കോലും കായും കൂടി ചേർത്തിട്ടുള്ള ഒരു കറിയാണ്. ഭയങ്കര ഈസി ആയിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റണതാണ്. പിന്നെ കയ്പ്പക്കായ വെച്ചിട്ട് തോരൻ, പാവയ്ക്ക വെച്ച് തോരൻ്റെ, പിന്നെ തേങ്ങ ഇവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ആ ചേട്ടൻ ചിരണ്ടി തന്നാട്ടോ. ചേട്ടൻ വന്നു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ തേങ്ങ ചിരണ്ടി വെക്കില്ല, അങ്ങനത്തെ പണി. അതുപോലെ ഞാൻ പറയാറില്ലേ, പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പലഹാരം ഉണ്ടാക്കാനായിട്ട് സഹായിക്കും രാവിലത്തെ കുറച്ച് പണികളിലൊക്കെ. അപ്പോൾ ഞാൻ എന്തെങ്കിലും കറിക്ക് വേണ്ടിയിട്ട് ഇതേ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മുരിങ്ങാക്കോലും കായും കൂടി ചേർത്തിട്ട് ഒരു വിസിലടിച്ചിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഫോണിൽ ഓരോ മെസ്സേജൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് ഞാൻ ചെക്ക് ചെയ്യുക. എന്നാലും പരമാവധി ഫോൺ ഞാൻ ഈ പണികളുടെ സമയത്ത് ചെക്ക് ചെയ്യില്ല, ഈ രാവിലത്തെ. കാരണം ഭയങ്കര തിരക്കുള്ള നേരത്ത് ഇതൊക്കെ നോക്കാൻ പോയാൽ ആകെ നേരം പോവും. അപ്പോൾ ഞാൻ വേഗം തന്നെ ആദ്യം തന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള കറിയുടെ കാര്യങ്ങൾ വേഗം ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതുപോലെ തന്നെ അതേ തോരനും കൂടി ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ സെറ്റാക്കുന്നുണ്ട്. മീൻ കറിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ മീൻ തലേദിവസം നന്നാക്കി വെക്കും, ഇല്ലെങ്കിൽ രാവിലെ പണി നടക്കില്ല, എനിക്ക് കുറേ സമയം പോകും. അപ്പോൾ ആ തലേദിവസം വൈകുന്നേരം നന്നാക്കി വെക്കുകയാണ് പതിവ്. അപ്പോൾ ഞാൻ ദേ ഇവിടെ പാവയ്ക്കത്തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് 2 വലിയ സവാള ചേർക്കാറുണ്ട്. അപ്പോൾ പാവയ്ക്കയുടെ കയ്പൊന്ന് കുറഞ്ഞ് കിട്ടും. സവാള കുറച്ച് അധികം ചേർക്കണത് എനിക്കിഷ്ടം. അപ്പോൾ സവാള 2 ചേർത്തിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുക, വേപ്പില ചേർക്കുക, അത് നന്നായി വഴറ്റിയെടുക്കുക. അതിന് ശേഷം പാവയ്ക്ക ചേർത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് വേവിച്ചെടുക്കുക, ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കഴുകി വാരിയെടുക്കണ ആ ഒരു വെള്ളം മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അത്യാവശ്യം ഒരു കയ്പയ്ക്കൊക്കെ ഉണ്ടാവും, അത് കളയാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. കാരണം കയ്പയ്ക്ക അങ്ങനെ കഴിക്കുന്നത് തന്നെയാണ് അല്ല ന്യൂട്രീഷൻ നമുക്ക് കിട്ടാൻ നല്ലത്. ഇവിടെ മക്കൾക്കൊന്നും ഇഷ്ടമില്ല കേട്ടോ, അവർ എടുക്കില്ല. കുറച്ചുകൂടി വലുതായി അവർ കഴിക്കുമായിരിക്കും. ഞാൻ ആദ്യം കഴിക്കാറൊന്നുമില്ല ചെറുപ്പത്തിൽ, ഇപ്പം ഞാൻ കഴിച്ചു തുടങ്ങി. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ കഴിക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വെന്ത് ഏകദേശം ഇങ്ങനെ ഈ രീതിയിലേക്ക് ആയി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ, ഞാൻ സാധാരണ ഒക്കെ തോരൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാറുള്ളൂ, പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു ലേശം കൂടി വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോഴാണ് ഈ ഒരു തോരന് കുറച്ച് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ പരിപ്പിൻ്റെ ഒരു ഒഴിച്ചേറി ഉണ്ടാക്കുന്നത്, അതിലേക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് 1/2 കപ്പ് നാളികേരം ചിരണ്ടിയത്, പിന്നെ അതിലേക്കൊരു 6-7 അല്ലി ചുവന്നുള്ളി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഇവിടെ കായും മുരിങ്ങാക്കോലും പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. അധികം വിസിലടിക്കരുത്, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം തന്നെ ഉടഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു വിസിലടിച്ചിട്ടാണ് ഞാൻ വേവിച്ചിരിക്കുന്നത്. ഇനി കറിയൊക്കെ ഒന്ന് തിളയ്ക്കുമ്പോൾ ആ പരിപ്പിന് ഇത്തിരി വേവ് കുറവുണ്ടെങ്കിൽ തന്നെ അത് വെന്തോളും. ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് നന്നായി നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. ആ അരച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ കറിയിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അത് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതിയിട്ട്. അപ്പോൾ കുറച്ച് അത് ചേർക്കുന്നുണ്ട്. കുറച്ച് കളറ് കുറവ് പോലെ തോന്നി, അപ്പോൾ അതുകൊണ്ട് ചേർത്തിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളക്കട്ടെ. ആവശ്യത്തിന് വേപ്പിലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി വെന്തിട്ടുണ്ട് പരിപ്പും അതുപോലെ തന്നെ കായൊക്കെ. എന്നാലും നമ്മൾ ഒന്നും കൂടി ആ പച്ചച്ചവൊക്കെ ഒന്ന് പോകാൻ തിളപ്പിക്കട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ പാത്രങ്ങൾ അവിടെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു കുറേയൊക്കെ, അപ്പോൾ അത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പണികൾ ചെയ്യുന്ന സൈഡിൽ പാത്രം കഴുകി പോവുകയാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയും. ഇല്ലെങ്കിൽ എല്ലാ പണികളും ഞാൻ അവസാനം കഴുകാൻ നിന്നാൽ ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്കത് ഇഷ്ടമില്ല, ഞാൻ പറയാറില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൈഡിൽ പാത്രമൊക്കെ കഴുകി വയ്ക്കാം. അങ്ങനെ പാത്രങ്ങളെല്ലാം തന്നെ ഇതുവരെയുള്ളത് നമ്മളിപ്പോൾ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നതിൽ വെള്ളം ഫുള്ള് വെറ്റിയിട്ടുണ്ടാവും. നമ്മൾ പ്രഷർ പോയി കഴിഞ്ഞ് തുറക്കും. അപ്പോൾ നമ്മളതിൽ നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് ചേർക്കുന്നവരാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചോറ് ഊറ്റിയെടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ച് ഊറ്റിയെടുക്കുക. ഓരോ അരിയുടെ അനുസരിച്ചിരിക്കും, ചില ഇതിന് ഭയങ്കര ഇങ്ങനെ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ കട്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം നന്നായി ഒഴിച്ച് ഊറ്റി. ഞാൻ അങ്ങനത്തെ അരിപ്പ് കൊട്ടയിലാണ് ഊറ്റി വെക്കാറ്. നന്നായി വെള്ളം പോകാറുണ്ട് ഇങ്ങനത്തെ കൊട്ടയായതുകൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഊറ്റണേ അതുപോലെ ചെയ്തോളൂ. അപ്പോൾ എന്തായാലും കറി തിളച്ച് കഴിയുമ്പോൾ നമ്മളത് കടുക് പൊട്ടിച്ചിട്ട് കടുകും വറ്റൽമുളകും വേപ്പിലും കൂടി പൊട്ടിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മൂടി വയ്ക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് ചേർക്കാട്ടോ ആവശ്യത്തിന്. അപ്പോൾ ഞാൻ ഈ കറി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. മുരിങ്ങക്കോലും കായും കുമ്പളങ്ങയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഈ മോഡലിൽ കറി വെക്കും. നല്ല ടേസ്റ്റാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം.
അപ്പോൾ അങ്ങനെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കറിയും കാര്യമൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ ചോറും കറികളൊക്കെ റെഡിയായി. ഇനി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികൾ ഇവിടെ തുടങ്ങാം. അവിടെ ചേട്ടൻ്റെ ഇവിടെ പുട്ട് ഉണ്ടാക്കാനായിട്ട് പോവാണ്. പുട്ടുപൊടി നമ്മൾ ഉപയോഗിക്കുന്നത് പൊൻകതിർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇപ്പോൾ ഉപയോഗിക്കണേ. അപ്പോൾ അത് 1 കപ്പ് പൊടിയിടാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, ഇത്തിരി ഉപ്പും ചേർത്തിട്ടൊന്ന് വെക്കുക. 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ പൊടി ഇതുപോലെ നല്ല തിരിതിരിയായിട്ട് ഇങ്ങനെ കിട്ടും. അത് കഴിഞ്ഞാൽ ഒരു 6 മിനിറ്റ് വെച്ചിട്ട് പുട്ട് വേവിച്ചെടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ 6 മിനിറ്റ് കറക്റ്റ് വേവാണ്, പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കുറയും വേണ്ട കൂടും വേണ്ട, സമയം വെറുതെ ഗ്യാസും വെച്ച് കളയും വേണ്ട. അപ്പോൾ പണ്ടൊക്കെ ഞാൻ ആവി വരണം നോക്കിയിട്ടൊക്കെ എൻ്റെ കണക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ചേട്ടൻ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ 6 മിനിറ്റ് ടൈമറൊക്കെ വെച്ച് ചെയ്യണത്. അപ്പോൾ അങ്ങനെ പുട്ടുപൊടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സൈഡിൽ അവിടെ ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ട് ചെറുപയർ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുട്ടെല്ലാം ഇവിടെ ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞു. ഞാനിവിടെ ചെറുപയർ കാച്ചാനായിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ചേർത്ത് കൊടുക്കുക അതെല്ലാം. അതിനുശേഷം കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുക. മൊരിഞ്ഞ് വരുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മൊരിഞ്ഞ് വരുമ്പോൾ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കറിയൊക്കെ നന്നായി തളിച്ചൊന്നൊരിത്തിരി കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. വല്ലാതെ കട്ടിയാക്കാറില്ല കേട്ടോ ഇവിടെ കറി. കാരണം എന്ന് വെച്ചാൽ പുട്ടിൻ്റെ കൂടെ മിക്സ് ആവണമെങ്കിൽ ഇത്തിരി നല്ല ചാറ് വേണം. അപ്പം അതുകൊണ്ട് നമ്മൾ അധികം കട്ടിയാക്കണില്ല. അപ്പോൾ ഈ പുട്ട് ലാസ്റ്റത്തെ ട്രിപ്പ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. തേങ്ങ കുറച്ച് അധികം ചിരണ്ടിയിട്ടുണ്ട് കേട്ടോ. 2 തേങ്ങയൊക്കെ ചിരണ്ടുന്ന സമയത്ത്. അപ്പോൾ തേങ്ങ ഇങ്ങനെ ചിരണ്ടുന്ന സമയത്ത് ഒരു 2 തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ട് ഇങ്ങനെ ബോക്സുകളിലാക്കി വെക്കും ഞാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് ക്വാണ്ടിറ്റി എത്ര വേണ്ടതെന്ന് വെച്ചാൽ ആ ബോക്സ് എടുത്തിട്ട് കുറച്ച് നേരം പുറത്ത് വയ്ക്കും. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ വിട്ട് നമുക്ക് തേങ്ങ അതുപോലെ മിക്സിലടിക്കാം. പെട്ടെന്ന് നമുക്ക് ചിരണ്ടി അത് തേങ്ങ ഉപയോഗിക്കണം. തണുപ്പ് പോകാൻ വെക്കാൻ സമയമില്ലെങ്കിൽ ചെയ്യേണ്ട ഒരു പണി, നേരിയ ചൂടുവെള്ളം ആ തേങ്ങയിലേക്ക് ഒഴിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ അരച്ചെടുക്കാം മിക്സിയിൽ. ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ തണുപ്പോട് കൂടി അരച്ച് കഴിഞ്ഞാൽ തേങ്ങയിൽ നിന്ന് നെയ്യും കാര്യങ്ങളൊക്കെ വരും. അത് വരാതിരിക്കാനാണ് ഇങ്ങനെ നേരിയ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ട് അരയ്ക്കുന്നത്. പിന്നെ ഉപ്പേരിയിലേക്കൊക്കെ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡയറക്റ്റ് തേങ്ങയിലേക്ക് ഇടും. കാരണം ചൂടുകൊണ്ട് തന്നെ അത് ആ നെയ്യൊക്കെ പോയി നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഞാനിനി നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. പാത്രങ്ങളെല്ലാം തന്നെ കഴുകി എടുത്ത് വെക്കുകയാണ്. പാത്രത്തിലാണ് വയ്ക്കുന്ന കൊട്ട ഫുൾ പാത്രമായി. അപ്പോൾ ഇനി ഉച്ച കഴിയുമ്പോൾ അത് നമുക്ക് എടുത്ത് വെക്കണം. അപ്പോൾ അതെല്ലാം തന്നെ കഴുകി മാറ്റാണ്. അങ്ങനെ നമ്മുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞത് റോസുവിൻ്റെ മുടി ഞാൻ കെട്ടി കൊടുക്കണേ. അപ്പോൾ അത് ചെയ്തതാണ്. ഇസയൊക്കെ പിന്നെ തന്നെ ചെയ്തൊക്കെ അവളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അവൾ വെയിറ്റ് ചെയ്യാണ്. റോസുവാണ് ലാസ്റ്റ് റെഡി ആവുക. അവൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കണ്ടില്ലേ കളിച്ചും ഒക്കെ നടന്നിട്ടാണ് അവൾക്ക് പോകാൻ ഇഷ്ടം. അപ്പോൾ സൈക്കിൾ ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിക്കാൻ നിൽക്കുക. ക്ലാസ്സിൽ പോകാൻ സമയമായി, എന്നിട്ടാണ് സൈക്കിൾ ഓടിക്കാൻ നടക്കണേ. അപ്പോൾ അങ്ങനെ അവർ 2 പേരൊക്കെ റെഡിയായി ക്ലാസ്സിലോട്ട് പോയി. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. ചെറിയൊരു വെയിലും നല്ലൊരു കാറ്റും ഒക്കെ ആയിട്ട് ചെറുതായൊരു തണുപ്പൊക്കെ ഉണ്ട് രാവിലെ. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് വന്ന് സിറ്റ് ഔട്ടിൽ വന്നിരിക്കുക നല്ല രസമാണ്. ബാൽക്കണിയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടൈം കേട്ടോ. ഡിസംബർ മാസമാണ് ശരിക്കും ഇതിരി തണുപ്പുള്ള സമയം. പക്ഷേ എനിക്ക് ഈ ജനുവരി മാസത്തെ ക്ലൈമറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനൊരു 9:30 വരെ അവിടെ അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അകത്തോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അടിച്ച് വാരിയിട്ട് വീട് ഫുള്ളായിട്ടും തുടച്ചിടാന്ന്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ ജോലികൾ അനുസരിച്ചിരിക്കും വീട് തുടയ്ക്കണതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. സാധാരണ എനിക്ക് അടിച്ച് വാരി തുടച്ചിടാൻ വീട് ഫുള്ളായിട്ടും ചെയ്യാൻ ഒരു 1 മണിക്കൂർ സമയമാണ് ഏകദേശം എടുക്കുക. അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലെ റൂമുകളുടെ എണ്ണം അതൊക്കെ അനുസരിച്ച് സമയം കൂടുതൽ വരും കേട്ടോ. ഞാൻ നമ്മുടെ വീട്ടിലത്തെ ഒരു ടൈമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വീഡിയോ പിടിച്ച് ചെയ്യണമെങ്കിൽ ഒരു 1.5 മണിക്കൂർ സമയം എനിക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമ്പോൾ ഒരു 1/2 മണിക്കൂർ സമയം എക്സ്ട്രാ കയ്യിൽ പിടിക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണം. അപ്പോൾ ആദ്യം എനിക്ക് ക്ലീനിങ് ചെയ്യുമ്പോൾ വേഗം ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ ഈ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ചില നേരത്ത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ചില ആംഗിളിൽ നിന്നൊക്കെ വെച്ചിട്ട് നമുക്ക് പിടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീനിങ് ചെയ്തിട്ട് ക്യാമറയും കൂടി ശ്രദ്ധിക്കണം. ചില സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാവും ക്യാമറ ഓൺ ചെയ്യാൻ മറന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ക്യാമറ വെച്ചിരിക്കുന്ന ആംഗിൾ പ്രോപ്പറായിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ ചെയ്ത പണി ഷൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വീണ്ടും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല മണ്ടത്തരങ്ങളും വീഡിയോ പിടിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ പക്ഷേ നോർമലൊരു റുട്ടീൻ വെറുതെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ അതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ക്യാമറ വയ്ക്കും ഇങ്ങോട്ട് ക്യാമറ വയ്ക്കും, ചിലപ്പോൾ വെച്ചത് ശരിയായിട്ടുണ്ടാവില്ല, അങ്ങനെ കുറേ മിസ്റ്റേക്സും ഇതിലുണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടൈം കുറേ പോകുമ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡാവും, പെട്ടെന്ന് നമുക്കൊരു മടുപ്പാവും പെട്ടെന്ന്. അതാണ് എനിക്ക് ഏറ്റവും ചില നേരത്തെ ദേഷ്യം തോന്നുന്ന കാര്യം. ഇപ്പോൾ ക്ലീനിങ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇനി മടുപ്പ് ഇങ്ങനെ ഒക്കെ ചെയ്ത് വന്ന് മടുപ്പ് വരുമ്പില്ലേ പിന്നെ നമുക്കൊരു
നിർത്തിപ്പോയാലോ എന്ന് നമുക്ക് തോന്നും ചില മൊമെൻറ്റിൽ. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കില്ല ഞാനത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും നമ്മുടെ മൈൻഡിനെ ഓവർകം ചെയ്ത് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ തുടയ്ക്കാനായിട്ട് പോവാണ്. തുടയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്മെല്ലുള്ള ഒരു ഓയിൽ സാധാരണ അതുപോലെ ഒഴിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു സ്പിൻ മോപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത് ഇങ്ങനത്തെ ഒരു സ്പിൻ മോപ്പ് തന്നെയാണ്. പിന്നെ അത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സ്പിൻ മോപ്പ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതെനിക്ക് ഇത്രയും വർഷം ഉപയോഗിച്ചിട്ടും ഒരു കുഴപ്പം തോന്നിയിട്ടില്ല. നല്ലതായിട്ട് എനിക്കിഷ്ടമാണ്. ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് എപ്പോഴാണ് വരാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു പ്രസ് ചെയ്യണ ഒരു ഹാൻഡിൽ കുറേ കഴിയുമ്പോൾ കംപ്ലയിൻറ്റ് വരും. കുറേ നാൾ കഴിഞ്ഞിട്ട് എൻ്റെ കംപ്ലയിൻറ്റ് വന്നത്. ഓരോ സ്പിൻ മോപ്പിൻ്റെ ക്വാളിറ്റി പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ഉപയോഗിച്ചിട്ടാണ് ആദ്യത്തെ കേടായി പോയിട്ട് പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് കുഴപ്പമില്ല അത്ര. പിന്നെ ഇതിൻ്റെ ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ആ തുണി, ആ വെള്ള കളർ നമ്മൾ തുടയ്ക്കുന്ന പോർഷൻ, അത് നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടുന്നുണ്ട് കേട്ടോ. മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ ആ ഒരു മോപ്പ് ഹെഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മീഷോയിലത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി നോക്കാം. 4 എണ്ണത്തിൻ്റെ സെറ്റ് 2 എണ്ണത്തിൻ്റെ സെറ്റൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് പഴയതായി കഴിയുമ്പോൾ നമുക്കത് മാറ്റാനും പറ്റും. പിന്നെ എൻ്റെ കയ്യിൽ സാധാരണ നമ്മൾ തുടയ്ക്കുന്ന മോപ്പും പിന്നെ ഒരു ഫ്ലാറ്റ് മോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മോപ്പും കൂടിയിട്ടുണ്ട്. അത് ചില വീഡിയോയിൽ ഞാൻ കാണിച്ചപ്പോൾ ചിലർ ചോദിച്ചിരുന്നു അത് എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും ഞാനത് ഉപയോഗിച്ച് കാണിക്കുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യാം. കാരണം അത് കുറച്ച് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് മനസ്സിലാവില്ല. കാരണം അത് ഫുള്ളായിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. എന്നാൽ ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ തുടയ്ക്കുന്ന സമയത്ത് അത് ഉപകാരം ഉണ്ടാവാറുണ്ട്. അടിച്ചു വാരുമ്പോഴായാലും തുടയ്ക്കുമ്പോഴൊക്കെ സെറ്റിയുടെ അടിയിലായാലും കട്ടിലിൻ്റെ അടിയിലായാലൊക്കെ നമ്മൾ അവിടെ ചെയ്യണം കേട്ടോ. ഞാൻ വീഡിയോയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് കാണിക്കാൻ വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പല ആംഗിളിൽ നിന്ന് വെച്ച് പിടിക്കുമ്പോൾ അതത്ര നമുക്ക് കംഫർട്ടബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെല്ലാതും എല്ലാ രീതിയിലും നമ്മൾ ജോലികൾ ചെയ്യുമ്പോൾ നിങ്ങളിതൊരു ഔട്ട്ലൈൻ വെച്ച് നോക്കിയിട്ട് ഏകദേശം ഇതിൻ്റെ അനുസരിച്ചൊക്കെ അങ്ങോട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് ഇങ്ങനെയല്ലല്ലോ അത് അങ്ങനെയാണല്ലോ എന്നൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പറയില്ല. ഇതൊരു ലൈവായിട്ടുള്ള പോകുന്നൊരു വീഡിയോ അല്ല. ഇത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടൊരു മോട്ടിവേഷൻ പർപ്പസിന് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഏതൊരു വീഡിയോ ആയാലും കാണാം. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ എനിക്കിന്ന് പോയിട്ട് ഇന്നത് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് വീഡിയോ വേഗം ഒന്ന് ക്ലീൻ ചെയ്തിടാം എന്നിങ്ങനെ തോന്നില്ലേ ഉള്ളിൽ. അത് തോന്നാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യണത്. അപ്പോൾ പലരും നമ്മളെ കാണുമ്പോൾ പറയാറുണ്ട് ഇന്ന് ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ട് വീട്ടിലെ പണികൾ ചെയ്തു അല്ലെങ്കിൽ ക്ലീനിങ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. അതിനാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യണത്. അല്ലാതെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിപ്പിച്ച് ടീച്ചറെ പോലെ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ഇനി അടിച്ച് വാരിയിട്ട് തുടയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചില ഒരു വീഡിയോയിൽ ചോദിച്ചിരുന്നു ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ അങ്ങനത്തെ വല്ല വീഡിയോസൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം തൊട്ടേ നിങ്ങൾ ചോദിക്കാറുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്യാറേ ഇല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഞാൻ അധികം ഗാർഡനിങ്ങും കാര്യങ്ങളും ചെയ്യുന്ന ഒരാളല്ല. മുറ്റത്തുള്ള പണികളൊക്കെ വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ അപ്പച്ചനാണ് ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണത്. റിട്ടയർമെൻറ്റിന് ശേഷം അപ്പച്ചനാണ് ഇപ്പോൾ പറമ്പിലെ കാര്യങ്ങളായാലും വെജിറ്റബിളും അതൊക്കെ ഗാർഡനിങ് അങ്ങനത്തെ പരിപാടികൾ പൂന്തോട്ടത്തിലെ കാര്യങ്ങളായാലൊക്കെ അപ്പച്ചന് തന്നെ ഇഷ്ടം അതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ പിന്നെ അതിൽ പോയിട്ട് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഞാനാണെങ്കിൽ വീട്ടിൽ ഇപ്പോൾ കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പച്ചനാണെങ്കിൽ ഗാർഡനിങ് അങ്ങനത്തെയൊക്കെ ചെയ്യും. ചേട്ടനാണെങ്കിൽ രാവിലെ ഉള്ള തന്നെ കുറച്ചുള്ള ഹെൽപ്പിങ്ങും പിന്നെ വീട്ടിലെ റിപ്പയർ പണികൾ അതൊക്കെ ചേട്ടൻ്റെ സെക്ഷനാണ്. മക്കളാണെങ്കിൽ അവർക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അമ്മച്ചിയാണെങ്കിൽ ആദ്യമൊക്കെ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഹെൽപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അമ്മച്ചിക്ക് അധികം നേരം നിൽക്കാൻ പറ്റാത്ത ആരും ചെയ്യുന്നില്ല. ഞാൻ തന്നെയാണ് ഫുള്ളും ചെയ്യണേ. അപ്പോൾ അതുകൊണ്ടാണ് അധികം അടുക്കളയിൽ ഇങ്ങനെ കാണാത്ത കേട്ടോ വീഡിയോയിൽ. കാരണം അധികം നേരം നിൽക്കുന്നില്ല, കൂടുതൽ സമയം ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് പലപ്പോഴും കുറേ പേര് ചോദിക്കുന്നുണ്ട് വീഡിയോ കാണുമ്പോൾ എന്താണ് ഇപ്പോൾ കാണുന്നില്ലല്ലോ അധികം. അതാണ് കേട്ടോ കാരണം. അപ്പോൾ എന്തായാലും ഞാൻ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ഞാൻ ടേബിളുകളെല്ലാം തന്നെ ഒന്ന് വൈപ്പ് ചെയ്തിട്ടാണ് ഗ്ലാസിൻ്റെ ടീപ്പോയും അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളും എല്ലാം വൈപ്പ് ചെയ്തിട്ടതോടുകൂടി നമ്മുടെ ക്ലീനിങ് പരിപാടി കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ടുണ്ട്. നല്ല സ്മെല്ലും കാര്യമൊക്കെ ആയിട്ട് വീട്ടിൽ വരുമ്പോൾ തന്നെ നല്ല ഫ്രഷ് ഫീലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ തന്നെ കുറച്ച് ഭംഗിയാവണ്ടേ. അപ്പോൾ നമ്മളും വൃത്തിയാവണം അല്ലേ, നമ്മുടെ വീട് മാത്രമല്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൃത്തിയായി വന്ന് ഞാനിനി ഡ്രസ്സൊക്കെ വാഷ് ചെയ്തൊക്കെ ഒന്ന് ഹാങ് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഉടുപ്പ് പോലത്തെ ഡ്രസ്സുകളൊക്കെ ഞാൻ ഹാങ്ങറിൽ ഇതുപോലെ ഹാങ് ചെയ്യാണ് പതിവ്. അത് ചുളിവില്ലാതെ നമുക്ക് കിട്ടും കേട്ടോ വൃത്തിയായിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം പോയി നമ്മുടെ ബാൽക്കണിയിൽ പോയി അവിടെ ഇരുന്നു. അപ്പോൾ ബാൽക്കണിയിൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങനെ ടൈലിട്ട ശേഷം നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാൻ. അപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ടാണ് ക്രാഫ്റ്റ് വർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവിടെ വന്നാൽ ഞാൻ ഇരിക്കാം. ഇപ്പോഴത്തെ ക്ലൈമറ്റിനാണെങ്കിൽ ഇവിടെ ഇരിക്കാം നല്ല രസമാണ്. ചൂടൊന്നും എടുക്കില്ല. ചൂടുള്ള സമയത്താണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ ഇവിടെ ഇരിക്കാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇവിടെ ടൈലും കൂടിയിട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം നല്ല വൃത്തിയായിട്ട് അവിടെ ഇരിക്കാം, പണ്ടത്തെ പോലെയല്ല. അപ്പോൾ ഇനി ഇവിടെ ഈ ഏരിയയൊക്കെ ഒന്ന് നമുക്കൊന്ന് മേക്ക് ഓവർ ചെയ്ത് ഭംഗിയൊക്കെ ആക്കണം.
അപ്പോൾ സമയം ഒരു 11:30 മുതൽ ഒരു 12:30 വരെ ഞാൻ അവിടെ അങ്ങനെ ഇരുന്ന് ഫോണൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഞാൻ വേറെ ജോലിക്കൊന്നും പോയില്ല കാര്യമായിട്ട്. കാരണം നമ്മുടെ ഈ വീഡിയോ പിടിക്കലെല്ലാം കൂടി അപ്പോൾ എനിക്ക് മടുത്തു. അപ്പോൾ ഞാനിനി 12:30 ആയപ്പോൾ കുറച്ച് മീൻ വറുക്കാനുണ്ടായിരുന്നു, ചാള വറുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചു. കാരണം പച്ചക്കറിയുടെ കൂടെ ഈ ഒരു ഫ്രൈയും കൂടി ഉണ്ടാകുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആവും. അങ്ങനെ 1 മണിയായപ്പോൾ ഞങ്ങൾ ഊണ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും പുതിയൊരു നല്ല മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതിരിക്കേണ്ട എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.